എല്ലാവർക്കും ഡ്രാമ റിവ്യൂവിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നൊരു തായ് BL ഡ്രാമയുടെ റിവ്യൂ ആണ് ചെയ്യുന്നത്. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇവൻ്റെ ബോയ് ഫ്രണ്ട് കിടന്നുറങ്ങുന്ന സമയത്ത് അവൻ ഉറക്കത്തിൽ എന്തൊക്കെയോ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഈ സൗണ്ട് കേട്ട് അവൻ്റെ ബോയ് ഫ്രണ്ട് അകത്ത് വന്ന് നോക്കുമ്പോൾ ഇവന് എണീക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ ഒരു നൈറ്റ് മെയർ വന്ന് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഒരുപാട് പ്രാവശ്യം വിളിച്ച് അവനെ പെട്ടെന്ന് എണീപ്പിക്കുകയാണ്. അവന് സ്ലീപ്പ് പാരലൈസ് പോലെ വന്നിട്ടുണ്ടായിരുന്നു. ഉറക്കത്തിലെ സ്വപ്നം കാരണം നമുക്ക് എണീക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ തന്നെയാണ് സ്ലീപ്പ് പാരലൈസ് എന്ന് പറയുന്നത്. ആ ഒരു അവസ്ഥയാണ് ഇവന് വന്നിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് ടൈമിൽ തന്നെ ഇവൻ്റെ ബോയ് ഫ്രണ്ട് വന്ന് അവനെ ഉണർത്തി രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത്. ആ സ്വപ്നത്തിൻ്റെ പേടിയുണ്ട് അവൻ ഉടനെ തന്നെ അവൻ്റെ ബോയ് ഫ്രണ്ടിനെ കെട്ടിപ്പിടിച്ച് കരയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ്റെ ബോയ് ഫ്രണ്ടും അവനെ സമാധാനിപ്പിച്ച് അവൻ്റെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ നമ്മൾ ആ സ്വപ്നം കാണുമ്പോൾ ആ സ്വപ്നത്തിൽ നിന്ന് എണീക്കണമെന്ന് നമ്മൾ ഒരുപാട് വിചാരിക്കും. നമ്മൾ എണീക്കാൻ വേണ്ടി ട്രൈ ചെയ്യുകയും ചെയ്യും. എന്നാൽ നമുക്കതിന് പറ്റുന്നുണ്ടായിരിക്കില്ല. ആ ഒരു അവസ്ഥയാണ് സ്ലീപ്പ് പാരലൈസ് എന്ന് പറയുന്നത്. ഈ ഒരു അവസ്ഥയിലൂടെയാണ് ഇവനും കടന്നു പോയത്. അവൻ്റെ ബോയ് ഫ്രണ്ട് കൃത്യസമയത്ത് വന്നതുകൊണ്ട് മാത്രമാണ് അവൻ അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് റിക്കവർ ആവാൻ പറ്റിയത്. അതിൻ്റെ ഒരു പേടി അവൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഒരു വിധത്തിൽ അവനെ സമാധാനിപ്പിച്ച് മൈൻഡൊക്കെ റിലാക്സ് ആക്കി അവർക്കിടയിൽ ഒരു ആശ്വാസം കണ്ടെത്തുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു അവസ്ഥയിൽ കഷ്ടപ്പെടുമ്പോൾ നമ്മളെ ബോയ് ഫ്രണ്ടോ അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ആശ്വാസമുള്ള കാര്യം. അവനും അതുപോലെ ഒരു അവസ്ഥയിൽ കഷ്ടപ്പെടുമ്പോൾ അവൻ്റെ ബോയ് ഫ്രണ്ട് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരു കെയറിങ് പാർട്ണർ എന്ന് പറയുമ്പോൾ എല്ലാ സാഹചര്യത്തിലും നമ്മളെ കൂടെ ഉള്ളതായിരിക്കണം. അവൻ്റെ ഒരു സാഹചര്യം വന്നപ്പോൾ അവൻ്റെ പാർട്ണർ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവന് ഈസി ആയിട്ട് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അവൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ അവൻ ഒരുപാട് കഷ്ടപ്പെട്ടേനെ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.